നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് രാത്രി പാലിക്കേണ്ട കുറച്ച് ശീലങ്ങളുണ്ട്. ഇത് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തിനെ അത് വളരെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. എൻ്റെ പേര് നീരാഞ്ജന, ഞാനൊരു ഹോമിയോപ്പതിക് ഡോക്ടറാണ്. എന്തൊക്കെയാണ് ഈ 7 ശീലങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിലൊന്നാമത്തെ ശീലമാണ് നമ്മൾ എല്ലാ ദിവസവും രാത്രി ലേറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് ലേറ്റായിട്ട് കിടന്നുറങ്ങുന്നത്. നമ്മളിങ്ങനെ ലേറ്റായിട്ട് ഫുഡ് കഴിച്ച് ലേറ്റായിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത് പഞ്ചസാരയുടെ അളവ് കൂട്ടാനും അതുപോലെ തന്നെ രക്തത്തിൽ കൊഴുപ്പ് കൂട്ടാനുമുള്ള കാരണമാകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ രാത്രി എല്ലാ ദിവസവും ഇതുപോലെ കിടന്നുറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാൻക്രിയാസ് ഓവറായിട്ട് വർക്ക് ചെയ്യുകയും ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുകയും ചെയ്യും. ഇങ്ങനെ ഇൻസുലിൻ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടും. നമ്മൾക്ക് പ്രമേഹ രോഗത്തിനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് കൊഴുപ്പ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലിവറിനെ എഫക്റ്റ് ചെയ്യുകയും ഫാറ്റി ലിവർ പോലത്തെ ബുദ്ധിമുട്ടുണ്ടാവാനുള്ള കാരണമാകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഫോൺ നോക്കി കിടക്കുന്നത്, ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഫോൺ നോക്കി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റീനെ അത് എഫക്റ്റ് ചെയ്യും. ഇങ്ങനെ ഉറക്കം കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷനും കൂടാനുള്ള കാരണമാകുന്നുണ്ട്. ഈ മെലറ്റോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ കുറയുകയും ഈ ഹോർമോൺ കുറയുന്നത് വഴി നമ്മളുടെ ഉറക്കത്തിനെ ബാധിക്കുകയും ഈ ഹോർമോണിൻ്റെ കുറവ് കാരണം നമ്മൾക്ക് മെലറ്റോണിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസം കാരണം നമ്മൾക്ക് ശരീരത്തിൽ ഇൻഫ്ലമേഷനും ഉണ്ടാകുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മൾ മദ്യപിച്ച് കിടന്നുറങ്ങുന്നതാണ്. മദ്യപിച്ച് കിടന്നുറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാ ദിവസവും നമ്മൾ മദ്യപിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് രക്തത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഷുഗറിൻ്റെ അളവ് കൂടാനും അതുപോലെ തന്നെ നമ്മൾക്ക് ഫാറ്റി ലിവർ, കൊഴുപ്പ് കൂടിയിട്ട് ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ദിവസവും നമ്മൾ മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരു ഉന്മേഷക്കുറവ്, ഒരു ഊർജത്തിൻ്റെ കുറവെല്ലാം ഉണ്ടാകും. അതുപോലെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ B12 അളവ് കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ മദ്യപിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ക്ഷീണം, തളർച്ച തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. ഇതും നമ്മൾക്ക് നമ്മളുടെ പ്രായത്തിനേക്കാൾ കൂടുതൽ വയസ്സ് തോന്നിക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും ഒരു സമയത്ത് കിടന്നുറങ്ങാതെ മാറി മാറി കിടന്നുറങ്ങുന്നത്. അത് എപ്പോഴെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു സമയത്തല്ലാതെ പല പല ടൈമിൽ കിടന്നുറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യാനുള്ള കാരണമാകുന്നുണ്ട്. ഇതും നമ്മുടെ ശരീരത്തിൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നത്തെ കാര്യമാണ്, നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ബേക്കറി, സ്വീറ്റ്സ് അതുപോലത്തെ ഐറ്റംസ് കഴിച്ച് കിടക്കുകയാണെങ്കിലും നമ്മളുടെ ശരീരത്തിൽ ഈ പറഞ്ഞ പോലത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രൈഡ് ഐറ്റംസ്, ഒരുപാട് മസാല ഫുഡൊക്കെ രാത്രി കഴിച്ച് കിടന്നുറങ്ങുന്നതും ഒരു കാരണം തന്നെയാണ്. പിന്നെ അടുത്ത കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ആണ്. പക്ഷേ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരാളുടെ ജോലി ആയതുകൊണ്ട് തന്നെ നമുക്കത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. രാത്രിയെല്ലാം ഓവർ സ്പൈസി ഫുഡെല്ലാം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ലേറ്റായിട്ട് മിഡ് നൈറ്റിലൊക്കെ ഈ ഫ്രൈഡ് ഫുഡ് അല്ലെങ്കിൽ ഒരുപാട് എണ്ണയിൽ പൊരിച്ച ഐറ്റംസ്, ബേക്കറി, സ്വീറ്റ്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പാൻക്രിയാസിൻ്റെ പ്രവർത്തനത്തിന് എഫക്റ്റ് ചെയ്യുകയും അതുപോലെ പിത്താശയക്കല്ല് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ രാത്രി കഴിക്കാതിരിക്കുക. ഒരുപാട് ഓവർ വണ്ണം അല്ലെങ്കിൽ കൊഴുപ്പൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, ശരീരത്തിൽ ഒരുപാടായിട്ട് കൊഴുപ്പുള്ള ആൾക്കാരാണെങ്കിൽ കഴിയുന്നതും 6 മണിക്ക് മുന്നേ അല്ലെങ്കിൽ 7 മണിക്ക് മുന്നേ ഭക്ഷണം കഴിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് അത് വളരെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കുടവയറ്, ഫാറ്റി ലിവർ പോലത്തെ ബുദ്ധിമുട്ടുകളെല്ലാം കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. താങ്ക്